സ്റ്റാറ്റസ് ഓഫ് ആൻ ഓഡിറ്റർ എന്നുള്ള പോർഷൻ ഞാൻ പിന്നീട് എടുക്കാം. അടുത്ത് നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിമൂവൽ ഓഫ് ആൻ ഓഡിറ്റർ, സെക്ഷൻ 140 സബ്സെക്ഷൻ 1. An auditor may be removed before the expiry of the term for which he has been appointed. The procedure for removal of an auditor is as follows. അതായത് ഇത്ര നാളത്തേക്കാണല്ലോ ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് തീരുന്നതിന് മുന്നേ നമുക്ക് ആ ഓഡിറ്ററെ മാറ്റാം, റിമൂവ് ചെയ്യാം. പക്ഷെ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ, കമ്പനി ഷാൽ പാസ് ബോർഡ് റെസൊല്യൂഷൻ ഫോർ റിമൂവൽ ഓഫ് ഓഡിറ്റർ ബിഫോർ എക്സ്പയറി ഓഫ് ഹിസ് ടേം. ഒരു ഓഡിറ്ററുടെ കാലാവധി തീരുന്നതിന് മുന്നേ അയാളെ റിമൂവ് ചെയ്യാനായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. കമ്പനി ഷാൽ വിത്തിൻ 30 days of passing a board resolution make an application to central government in the prescribed form along with prescribed fees seeking approval for removal of the auditor. അങ്ങനെ ബോർഡ് എടുത്ത ആ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം 30 ദിവസത്തിനകം അവർ സെൻട്രൽ ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതൊരു പ്രത്യേക ഫോമിൽ തന്നെ കൊടുക്കണം. ഒരു ഓഡിറ്ററെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഫോമുണ്ട്, അതിൽ തന്നെ കൊടുക്കണം. അതിന് ഒരു ഫീസും പറഞ്ഞിട്ടുണ്ട്, ആ ഫീസും കൊടുക്കണം. ഓഡിറ്ററെ റിമൂവ് ചെയ്യാനായിട്ടുള്ള അപ്രൂവൽ നൽകണം എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ബോർഡിൻ്റെ റെസൊല്യൂഷൻ എടുത്തതിന് ശേഷം 30 ദിവസത്തിനകമാണ് കൊടുക്കേണ്ടത്. ഓൺ അപ്രൂവൽ from central government, the company shall be required to file special resolution within 60 days. ആ അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചതിന് ശേഷം 30 ദിവസത്തിനകം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനും കൂടെ പാസ്സാക്കണം. റിട്ടയറിംഗ് ഓഡിറ്റർ ഷാൽ ബി ഗിവൺ an opportunity of being heard before taking any action. എന്നാൽ പോലും എന്ത് നടപടി എടുത്താലും നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓഡിറ്റർക്ക് അയാളുടെ ഭാഗം പറയുവാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ആൻ ഓഡിറ്റർ. ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ്. ഓഡിറ്ററുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നോക്കാം. Rights and powers of an auditor. First one, right of access to the books of accounts, section 143 subsection 1. Companies Act 143ലാണ് ഈ പറഞ്ഞ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ റൈറ്റ്സ് പറയുന്ന സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പറയുന്ന കാര്യമാണ് right of access to the books of accounts. The auditor of a company has a right to free and complete access at all times to the books, accounts and vouchers of the company kept at the head office or elsewhere. ഒരു കമ്പനിയുടെ ഓഡിറ്ററായിട്ട് നിയമിച്ച ആൾക്ക് ആ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വൗച്ചേഴ്സും എന്ത് റെക്കോർഡ്സും ഹെഡ് ഓഫീസിലോ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചേക്കുന്നു നമുക്ക് അയാൾക്ക് ഏത് സമയത്തും അത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അതിന് മൊത്തം ആക്സസ് അത് നോക്കാൻ പരിശോധിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റൈറ്റ്, റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഫ്രം ഓഫീസേഴ്സ്. Auditor has got a right to demand any information and explanation from the officers of the company which he may think necessary for the performance of his duties as an auditor. അതായത് ഓഡിറ്റർ എന്നുള്ള ഡ്യൂട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടോ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനൊക്കെ ആ കമ്പനിയുടെ ഓഫീസേഴ്സിൽ നിന്ന് അയാൾക്ക് വാങ്ങിക്കാം, ചോദിക്കാം, ഡിമാൻഡ് ചെയ്യാം. അതിനുള്ള റൈറ്റും ഉണ്ട്. Then, right to receive notice and attend general meeting. The auditor has a right to receive notices and other communications relating to general meetings in the same way as a member of the company. ഒരു കമ്പനിയുടെ മെമ്പറിനെ പോലെ തന്നെ ഓഡിറ്റർക്ക് ഒരു ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസും വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കാനും ഉള്ള അവകാശം ഉണ്ട്. He is also entitled to attend any general meeting and to be heard on any part of the business which concerns him as an auditor. അയാൾക്ക് ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം. പിന്നെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റർ എന്ന നിലയിൽ അയാളെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് അയാൾക്ക് അവിടെ പറയാനുള്ള അവകാശവും ഉണ്ട്.
right to correct any wrong statement. He has a right to correct any wrong statement which has been made by the directors in connection with the accounts of the company in the general meeting. General meetingൽ ഡയറക്ടേഴ്സ് എന്തെങ്കിലും ഒരു തീരുമാനം ആ കമ്പനിയുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണ്. അത് തെറ്റായ ഒരു തീരുമാനമാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അധികാരവും ഓഡിറ്റർക്ക് ഉണ്ട്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഡയറക്ടേഴ്സ് ടു പ്രിപ്പയർ ദ അക്കൗണ്ട്സ് ഫോർ പ്രസൻറ്റേഷൻ ടു ദി ഓഡിറ്റർ. അത് ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ് ഓഡിറ്ററുടെ ആവശ്യത്തിന് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഇഫ് ദ ഓഡിറ്റർ ഫൈൻഡ്സ് ഇറ്റ് ഇൻകറക്റ്റ് ഹി ഹാസ് എ റൈറ്റ് ടു കറക്റ്റ് ഇറ്റ്. ഇനി ഓഡിറ്റർക്ക് അത് തോന്നുകയാണ് ആ പ്രിപ്പയർ ചെയ്തേക്കുന്ന അക്കൗണ്ട്സ് തെറ്റാണ് എങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള റൈറ്റും ഓഡിറ്റർക്ക് ഉണ്ട്. Right to visit the branches. The auditor has a right to visit the branches of the company where the branch accounts are not audited by the duly qualified auditor. ഒരു കമ്പനിയുടെ ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യാനായിട്ടും ഓഡിറ്റ് ചെയ്യാനായിട്ടുമുള്ള അധികാരം ഓഡിറ്റർക്കുണ്ട്. ആ ബ്രാഞ്ച് അക്കൗണ്ട്സ് സെപ്പറേറ്റ് ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ അത് ഓഡിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ മെയിൻ ഓഡിറ്റർ തന്നെ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. In such cases, he has a right of access at all times to the books of accounts and vouchers of the branches. ആ കേസിലും ബ്രാഞ്ചിൻ്റെ ബുക്കും അക്കൗണ്ട്സും വൗച്ചേഴ്സും ഒക്കെ ഏത് സമയത്തും ആക്സസ് ചെയ്യാനായിട്ട് അത് നോക്കാനുള്ള അവകാശം ഓഡിറ്റർക്ക് ഉണ്ട്. However, in the case of foreign branches of a banking company, auditor will have no right to visit such branches but will have right of access to all the returns sent by the branch at the head office. ഒരു ബാങ്കിങ് കമ്പനിയുടെ ഫോറിൻ ബ്രാഞ്ച് ആണെങ്കിൽ അവിടെ ഓഡിറ്റർക്ക് വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പകരം അവിടുന്ന് അയച്ചു തരുന്ന റിട്ടേൺസ് അത് ആ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയച്ചു കൊടുക്കും. അത് അയാൾക്ക് ആക്സസ് ചെയ്ത് ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. Right to sign the audit report. The auditor has a right to sign the auditor's report or other documents of the company required by law to be signed by the auditor. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യാനായിട്ടും പിന്നെ നിയമം പറയുന്നത് പോലെ ഒരു കമ്പനിയുടെ മറ്റ് ഡോക്യുമെൻറ്റ്സിൽ ഓഡിറ്റേഴ്സ് സൈൻ ചെയ്യാനായിട്ട് ലോയിൽ പറയുന്നുണ്ടെങ്കിൽ അത് സൈൻ ചെയ്യാനുള്ള അവകാശവും ഓഡിറ്റർക്കുണ്ട്. Right to seek legal and technical advice. The auditor has a right to seek technical and legal opinions from experts in order to discharge his duties effectively and efficiently. The auditor has a right to seek technical and legal opinions from experts. അയാളുടെ ഡ്യൂട്ടി പെർഫെക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റ് എന്തെങ്കിലും ലീഗൽ ഒപ്പീനിയനൊക്കെ മറ്റ് എക്സ്പേർട്സിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും അയാൾക്ക് അവകാശമുണ്ട്. Right to receive remuneration. He has a right to receive his remuneration provided he has completed the work under which he undertook to do. അയാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടാനുള്ള സ്വീകരിക്കാനുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. The remuneration shall, in addition to the fee payable to the auditor, include expenses, if any, incurred by the auditor in connection with the audit of the company and any facility extended to the auditor. ഇനി റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അയാൾക്ക് ഉള്ള ഫീസ്, പ്രൊഫഷണൽ ഫീസ് കൂടാതെ എന്തെങ്കിലും എക്സ്പെൻസ് ആ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിനുള്ള ആ എക്സ്പെൻസും പിന്നെ ഓഡിറ്റർക്ക് എന്തെങ്കിലും ഫെസിലിറ്റി ട്രാവലിംഗ് എക്സ്പെൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവകാശവും അതിനുള്ള പേയ്മെൻറ്റും കിട്ടാനുള്ള അവകാശം ഓഡിറ്റർക്ക് ഉണ്ട്. Right to refuse. He has a right to refuse to start the audit report until the books of accounts of the business are balanced by the management. ഇനി മാനേജ്മെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ബാലൻസ് ചെയ്ത് എല്ലാം ടാലി ആക്കി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അയാളുടെ ഓഡിറ്റ് വർക്ക് തുടങ്ങാനായിട്ട് ഉള്ള അവകാശവും ഓഡിറ്റർക്ക് ഉണ്ട്. അതുകൊണ്ട് ബുക്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നതുകൊണ്ട് അയാൾക്ക് ഓഡിറ്റ് വർക്ക് തുടങ്ങണമെന്നൊന്നുമില്ല. അത് തുടങ്ങാതിരിക്കാനുള്ള കംപ്ലീറ്റ് ആക്കാതെ തുടങ്ങത്തില്ല എന്ന് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. Right to be indemnified.
The auditor has a right to be indemnified out of the assets of the company against any liability incurred by him in defending himself against civil or criminal proceedings by the company, provided the court is of the opinion that the auditor has acted honestly. ഇനി ഓഡിറ്റർക്കെതിരായിട്ട് കമ്പനി എന്തെങ്കിലും ഒരു സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീഡിങ്സ് എടുത്തെങ്കിൽ, പക്ഷെ ആ കാര്യത്തിൽ ഓഡിറ്റർ വളരെ സത്യസന്ധമായി പെരുമാറിയിട്ടുണ്ട് എന്ന് കോടതിക്കൊരു കാഴ്ചപ്പാടുണ്ട് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ എന്തെങ്കിലും അസറ്റ് ഇൻഡംനിഫൈ, അതായത് കസ്റ്റഡിയിൽ വെക്കാനായിട്ട്, പിടിച്ചു വെക്കാനായിട്ടുള്ള അവകാശം ഓഡിറ്റർക്ക് ഉണ്ട്. അയാൾക്കെതിരെ എന്തെങ്കിലും നടപടിയോ ലയബിലിറ്റിയോ എന്തെങ്കിലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, പക്ഷെ അയാൾ ഹോണസ്റ്റായിട്ട് പ്രവർത്തിച്ചിരിക്കണം. ആ ഒരു കാഴ്ചപ്പാട് കോടതിക്കുണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ കമ്പനിയുടെ അസറ്റ് അയാൾക്ക് പിടിച്ചു വെക്കാനുള്ള അവകാശം ഉള്ളൂ. Right to the benefits of Limitation Act. An auditor is entitled to the benefits of the Limitation Act. That means his liability, if any, is limited to the period of limitation provided in the Limitation Act. ഓഡിറ്റർക്ക് ലിമിറ്റേഷൻ ആക്ടിൻ്റെ ബെനിഫിറ്റും ഉണ്ട്. കാരണം അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആ പീരീഡിലേക്ക് മാത്രം ചുരുക്കിയിരിക്കുന്നു. അതിനുശേഷമുള്ള ഒരു ബാധ്യതയ്ക്കും ഓഡിറ്റർ മറുപടി പറയേണ്ട കാര്യം ഇല്ല. നെക്സ്റ്റ്, ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ. സെക്ഷൻ 143 subsection 2 of the Companies Act 2013. 143 subsection 1 പറയുന്നത് റൈറ്റ്സ് ആണ്, 2 പറയുന്നത് ഡ്യൂട്ടീസ് ആണ്. Various duties of an auditor of a company can be grouped into 4 categories. They are statutory duties imposed by the Companies Act. ഡ്യൂട്ടീസ് 4 തിരിച്ചിരിക്കുന്നു. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ്. രണ്ടാമത്തത് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ് ഓർ ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് ദി ഓഡിറ്റേഴ്സ് കോൺട്രാക്ട് വിത്ത് ദി ക്ലയൻറ്റുമായിട്ട് വന്ന ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കോമൺ ഡ്യൂട്ടീസ്. മൂന്നാമത് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ ഓർ കോർട്ട് ഡിസിഷൻസ്, നിയമപരമായിട്ടും അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വന്ന ഒരു ഡിസിഷൻ, അതിൻ്റെ ബേസിലുള്ള ഡ്യൂട്ടീസ്. അതുപോലെ തന്നെ ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്വേറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് ഉണ്ട്. അങ്ങനെ 4 ഡ്യൂട്ടീസാണ് ഓഡിറ്റർക്ക് ഉള്ളത്. നമുക്ക് ഇനി ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പഠിക്കാം.